ഹായ് ഓൾ, വെൽക്കം ബാക്ക്. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത്. അതിനായി ഒരു ഗ്രൈൻഡിങ് ജാറിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഇടുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇനി തൈര് അടിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നില്ലാത്ത ചിക്കൻ യൂസ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കേട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അത് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഇത് അടച്ച് വെച്ച് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി വേറൊരു ബൗളിൽ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായിട്ട് 2 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാനിതൊരു ഫോർക്ക് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് വേണ്ടത് 1 ബൗൾ നിറയെ തണുത്ത വെള്ളമാണ്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആദ്യം നമ്മുടെ മൈദ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്നിട്ട് അപ്പം തന്നെ എടുക്കാം. എന്നിട്ട് വീണ്ടും മൈദ മിക്സിൽ നല്ലോണം കോട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി വന്ന ഫ്ലോർ ഇങ്ങനെ കുടഞ്ഞ് കളയാം. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 1 ചിക്കൻ കൂടി ചെയ്യാം. ഞാൻ ഒരു സമയത്ത് 2 ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ചിക്കന് മാത്രമേ ഇപ്പോൾ കൂട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ചിക്കൻ കൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മുമ്പേ കോട്ട് ചെയ്ത് വെക്കരുത് ചിക്കൻ. ഇനി ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കോട്ടിങ്ങൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി ബാക്കിയുള്ള ചിക്കൻ കൂടി നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി
ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.